ജോൺ ബ്രിട്ടാസ് ഒരു തെറ്റ് പറഞ്ഞു എന്നെനിക്ക് തോന്നി. പരിഹാസരൂപേണ പറഞ്ഞതാണ്, പക്ഷെ തമാശയ്ക്ക് പോലും അങ്ങനെ ഒരു ബ്രാക്കറ്റിലേക്ക് അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കരുത് എന്നെനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. അതിനെനിക്ക് തോന്നിയ ചില കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് 1.5x 2x ഈ വീഡിയോ കാണാവുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ചയിൽ ജോൺ ബ്രിട്ടാസ് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പീച്ച് വളരെ രസമായിരുന്നു. അതിനുശേഷം അതിന് മറുപടി എന്നോണം ശ്രീ സുരേഷ് ഗോപി ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ വന്നിറങ്ങി മാധ്യമപ്രവർത്തകരോട് നടത്തിയ ചില പരാമർശങ്ങൾ, അതിൻ്റെ പിറ്റേ ദിവസം നടന്ന ചില സംഭവങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യങ്ങളിലാണ് എൻ്റെ വിയോജിപ്പുള്ളത്. സുരേഷ് ഗോപി ഒരു അനുതാപം അർഹിക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായിരുന്നത്. വിഷയത്തിലേക്ക് ശരിക്കും ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കേട്ടപ്പോഴും എനിക്ക് ഇതിനോടൊരു വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ കൃത്യമായി പറയാൻ പറ്റും എന്നൊരു ധാരണ എനിക്കില്ലായിരുന്നു. എന്തായാലും ഞാൻ സുരേഷ് ഗോപി ഇതിന് മുൻപ് കൊടുത്തിട്ടുള്ള, പണ്ടൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ ഇരുന്ന് കണ്ടു. അങ്ങനെ ചില ഇൻ്റർവ്യൂസിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഒരു ചെറിയ കാര്യം എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടു. അത് എത്രത്തോളം ശരിയാകണം എന്നില്ല. നിങ്ങളിൽ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ പലപ്പോഴും സീരിയസ് ആയി കാണേണ്ട കാര്യമില്ല, ക്ഷിപ്രകോപിയാണ്, പക്ഷേ നന്മ ചെയ്യുന്നൊരു മനുഷ്യനാണ് എന്നൊക്കെയുള്ളൊരു ലേബൽ സുരേഷ് ഗോപിക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതേ സുരേഷ് ഗോപി അദ്ദേഹം ജീവിതത്തിൽ ആരാധന തോന്നിയ ചില വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് ആരാധന തോന്നിയിട്ടുള്ള ചില വ്യക്തികളുടെ പേരുകൾ. അതിലൊന്ന് EK നയനാരാണ്. അതിനുശേഷം K കരുണാകരനാണ്. VS അച്യുതാനന്ദനോട് ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി, PV നരസിംഹറാവു, അതിനുശേഷം ഇപ്പോൾ നരേന്ദ്രമോദിയിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങൾ. ഈ വ്യക്തിത്വങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് ഒരു ഫാക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ജാതീയ മനോഭാവത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു നായർ മറ്റൊരു നായർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഒരു മുൻ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ പറയുന്നൊരു ഉന്നത കുലജാതൻ എന്ന് പറയുന്നൊരു ഇമ്പാക്റ്റ് നമ്മൾ ഈ പറഞ്ഞ പേരുകാരിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പർ കാസ്റ്റിലോ ക്ലാസ്സിലോ പെടുന്ന ആളുകളോടാണ് അദ്ദേഹത്തിന് ഈ പ്രത്യേക ഇഷ്ടം കൂടുതലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഡേഞ്ചറസ് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം EK നയനാർ. അദ്ദേഹത്തിൻ്റെ ഒരു പൊതുജന സമ്മതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് K കരുണാകരനിലേക്ക് എത്തുമ്പോൾ ഒട്ടനവധി വിവാദപരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള, താനൊരു തീരുമാനമെടുത്താൽ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുള്ള ഈ K കരുണാകരനോടുള്ള ഇഷ്ടക്കൂടുതലിൻ്റെ കാരണമായി സുരേഷ് ഗോപി തന്നെ പറയുന്നത് പവർ ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് K കരുണാകരനോട് അദ്ദേഹത്തിന് ഒരു ആദരവ് ഫീൽ ചെയ്യുന്നത്. VS അച്യുതാനന്ദനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നത് ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ അനുവദിച്ചില്ലല്ലോ അദ്ദേഹത്തെ എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ അദ്ദേഹവും ഈ പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ള ആളൊക്കെയായിരുന്നു. എനിക്ക് VS അച്യുതാനന്ദനോട് ഭയങ്കര സ്നേഹബഹുമാനങ്ങളൊക്കെ തോന്നി തുടങ്ങിയ ഒരു ഇൻസിഡൻറ്റ്, കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ അതിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് കേരള ചരിത്രത്തിലുണ്ട്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കണം, വളരെ സ്ട്രോങ് ആയിരുന്നു പക്ഷേ ചെയ്യാൻ അനുവദിച്ചില്ലല്ലോ എന്ന് VS അച്യുതാനന്ദനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോഴും, അതായത് ഞാനൊരു തീരുമാനമെടുക്കുന്നു, അതിനപ്പുറം ഇവിടെ മറ്റൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആ ഭരണ സംവിധാനത്തെ ഉപയോഗിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ ആ സ്ട്രെങ്ത് കാണിച്ചിട്ടുള്ള ആളുകളാണ്. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് അവരുടെ പ്രതിപക്ഷം വരെ ഉയർത്തി കാണിക്കുന്ന ഒരു പേരാണ് ഒരു ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള, ഞാൻ പറയുന്നതാണ് ചട്ടം, ഞാൻ പറയുന്നതാണ് ഇവിടെ നിയമം, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പവർ കയ്യിലേക്ക് വരുമ്പോൾ അതിനെ വളരെ ശക്തിയോടുകൂടി ഉപയോഗിച്ചിട്ടുള്ള ആളുകളോടാണ് സുരേഷ് ഗോപിയുടെ ആദരവ് കൂടുതലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. BJPയിലുള്ള അദ്ദേഹത്തിൻ്റെ കടന്നുവരവിനെ കുറിച്ച് പറയുമ്പോൾ കൈലാസ് നാഥൻ എന്നുള്ള പേരാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. കൈലാസ് നാഥൻ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളും കോടീശ്വരൻ പരിപാടിയെക്കുറിച്ചും നരേന്ദ്രമോദിയോട് സംസാരിക്കുകയും മോദിജി അങ്ങനെ സുരേഷ് ജിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സുരേഷ് ഗോപി പറയുന്നത് 2014 എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാതെ, അല്ലെങ്കിൽ എന്നേക്കാൾ തയ്യാറെടുത്തിരിക്കുന്ന ആളുണ്ട് എന്നൊക്കെ പറയുകയും, പക്ഷേ രണ്ടാമത് നരേന്ദ്രമോദി ഭരണത്തിലേക്ക് വരുമ്പോൾ ദിസ് മാൻ ഇസ് ഫിറ്റ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് വീണ്ടും ഒരു ഭരണ തുടർച്ച പിടിച്ചടക്കുക, തനിക്ക് കിട്ടിയിട്ടുള്ള അധികാരത്തിനെ താനോ തൻ്റെ പാർട്ടിയോ ഉദ്ദേശിക്കുന്ന കൃത്യം ഫോക്കസിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് പോലത്തെ. എന്താണെന്നറിയോ, എനിക്ക് ഇദ്ദേഹം ഈ ഇഷ്ടങ്ങളൊക്കെ പറയുമ്പോൾ ആ ഇഷ്ടങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളിൽ കോമണായി എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന എൻ്റെ ചെറിയ പരിമിതമായിട്ടുള്ള അറിവാട്ടോ, അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ JCB, ആന തുടങ്ങിയ കാര്യങ്ങൾ, വളരെ പവർഫുൾ എന്ന് പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ആരാധന ഉണ്ടല്ലോ, ആ പവർ, ആ മൈറ്റ്, അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ആരാധന. ഇതേ കാര്യമാണ് സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന നേതാക്കളോട് തോന്നിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റെന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ EK നയനാർ, K കരുണാകരൻ, ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി, ഈ പറയുന്ന ഫിഗേഴ്സിൽ നിങ്ങൾക്ക് കോമണായി കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ച് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നൊരു കോമൺ ഫാക്ടർ ഇതാണ്. ഏകദേശം ഇതേ കാര്യം തന്നെയാണ് ഇദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലാണെങ്കിലും മറ്റ് പ്രവർത്തകരുടെ മുന്നിലാണെങ്കിലും
പല കുറി ആവർത്തിച്ച് കണ്ടിട്ടുള്ളത്. ആളാവാൻ വരരുത് എന്ന് പറഞ്ഞ് ഈ വിരലും ചൂണ്ടിയുള്ള ആ നിപ്പുണ്ടല്ലോ, മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. ആ ചോദ്യവും മറുചോദ്യവും ഉണ്ടാകുമ്പോൾ, ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒരു മറുചോദ്യം ഉണ്ടാകും. ആ ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അത് തനിക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആളാവാൻ വരരുത്, ചോദിക്കരുത്, മാറി നിൽക്ക്, നിങ്ങളാരാ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ, അദ്ദേഹത്തിനെ ആരാധിച്ച് സ്നേഹിച്ച് ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്, അയ്യോ സുരേഷ് ഏട്ടൻ സൂപ്പറാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ കൂൾ ആൻഡ് കാമായിട്ട് ഇൻ്റർവ്യൂസിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റാത്തതൊക്കെ ആയി മാറുമ്പോഴാണ് ഈ ചൂടാവൽ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നതിന് മുമ്പ് ഈ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സമാധാനമായി പറയുന്ന സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ പറ്റും. അതിനിടയിലാണ് ജബൽപൂരിലുണ്ടായ വൈദികർക്ക് നേരെ, ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ വേറെ കുറേ ആക്രമണങ്ങളെക്കുറിച്ച് പുള്ളി അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ജബൽപൂരിലെ ആക്രമണത്തെ ന്യായീകരിക്കുകയാണോ എന്നൊരു ചോദ്യം വന്നു. ആ ചോദ്യമാണ് സുരേഷ് ഗോപിക്ക് ഹിറ്റായത്. കാരണം എന്നോട് ചോദ്യം ചോദിച്ചു, ഞാനതിന് മറുപടി പറഞ്ഞു. ഈ സ്ട്രോങ് ആൻഡ് മൈറ്റ് ആയിട്ടുള്ള ഒരു ഏകാധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരൊരു ചോദ്യം 2 ചോദ്യമൊക്കെ കേൾക്കും, അവർ ഉത്തരം പറയും, അവിടെ കൊണ്ട് നമ്മൾ നിർത്തിക്കോണം, പിന്നെ ചോദ്യം ചോദിക്കരുത്. ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോഴാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? ഞങ്ങൾ മാധ്യമങ്ങളാണെന്ന് അവർ തിരിച്ചു പറയുന്നുണ്ട്. മാധ്യമങ്ങളോ? ഈ നാട്ടിലെ ജനങ്ങളാണ് ഏറ്റവും വലുത് എന്നൊക്കെയാണ്. ഈ ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ജോലി മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നമ്മൾ മാപ്ര എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ടെങ്കിലും എനിക്കും പല സമയത്തും വിളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിലും അവർ നിർവഹിക്കുന്ന ഒരു കർത്തവ്യമുണ്ട്, ഒരു കടമയുണ്ട്. ചുറ്റും നടക്കുന്ന, ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ ഒരു ചെറിയ സ്ക്രീനിലേക്ക്, ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് ഭരണ കേന്ദ്രങ്ങളിലിരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അവരുടെ അടുത്ത നടപടികൾ എന്തൊക്കെയാണ്, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആളുകളിലേക്ക് അത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ജോലി മാധ്യമങ്ങൾക്കുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പാർലമെന്റിൽ കാണിച്ചിട്ടുള്ള അത്യുജ്വല പ്രകടനവും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയിട്ടുള്ള ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെയും സുരേഷ് ഗോപി അഡ്രസ്സ് ചെയ്യുന്നില്ല. വേറെ എന്തൊക്കെയോ വഴിക്ക് പോവാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ, ചില വാക്കുകളെ കുറിച്ച് പിന്നീട് ചർച്ച നടക്കുകയും ചെയ്തു. ജനങ്ങളാണ് വലുതെന്ന് പറയുമ്പോൾ ജനങ്ങൾ തന്നെയാണ് വലുത്, അതിൽ വേറെ തെറ്റൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യവും കൂടി മന്ത്രി മനസ്സിലാക്കണം. പലപ്പോഴും പല ചോദ്യങ്ങൾക്കും സുരേഷ് ഗോപി പറയുന്ന മറുപടി അത് ജനങ്ങൾക്കറിയാം എന്നാണ്. ഏത് ജനങ്ങൾക്കാണ്? എൻ്റെ രാഷ്ട്രീയത്തോടും ഞാൻ പറയുന്നതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതിനോടും ഒക്കെ താല്പര്യമുള്ള ജനങ്ങൾക്കറിയാം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ. എല്ലാവരിലേക്കും, ജനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനോട് എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? പിന്നീട് ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളെ കയറ്റാതിരുന്ന ഒരു വിവാദവും പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ ആലോചിച്ചത്, കടക്കുപുറത്ത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ ഒരുപക്ഷെ ചർച്ച ആവേണ്ടത് ഈ മാറ്റി നിർത്തലാണെന്ന് തോന്നുന്നു. അതിന് എൻ്റെ കാരണം എന്താണെന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. നമുക്ക് പാർലമെന്റിലേക്ക് പോകാം. അവിടെ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നു. ഈ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് നിങ്ങൾ വിഭാഗീയതയും വർഗീയതയും വളർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ യുപിയിലേക്ക് നോക്കൂ, ഹോളി ആഘോഷിക്കുമ്പോൾ അവിടെ ഒരു പള്ളി മൂടിയിടേണ്ടി വന്നില്ലേ? കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ കേരളത്തിന് അഭിമാനകരമായിട്ടുള്ള, കേരളത്തിലെ മതേതരത്വം സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് പോവാണ്. അതിൻ്റെ ഒപ്പമാണ് ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന ചിലരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും മുന്നിലുണ്ട് എന്ന് ആദ്യം തോന്നിപ്പിച്ചിട്ട് പിന്നീന്ന് കുത്തുന്ന ആളാണ്. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജബൽപൂരിലെ ആക്രമണം നടന്നിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം 700-ലധികം ആളുകൾ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിന്റെ പേരിൽ? മതത്തിന്റെ പേരിൽ. മണിപ്പൂരിൽ 200-ലധികം പള്ളികൾ കത്തിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വേറെയും പേരുകൾ എടുത്ത് അദ്ദേഹം ഉദാഹരിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. പിന്നെ ബൈബിളിലെ യൂദാസ്, എമ്പുരാനിലെ മുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിനോടൊപ്പം കേരളത്തിൽ ജനങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി നിയമത്ത് അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനോടൊപ്പം മുനമ്പത്തുള്ള ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടില്ല, അത് കേരള ഗവൺമെന്റിന്റെ വാഗ്ദാനമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവർ ആരൊക്കെയാണെന്ന് കേരളത്തിലെ മലയാളികൾക്കറിയാം. 50,000-ലധികം മണിപ്പൂരിൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്നു. എത്ര ആളുകൾ രാജ്യം വിട്ടു, എത്ര പള്ളികൾ തകർത്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ബ്രിട്ടാസ് മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് ജോൺ ബ്രിട്ടാസ് പറയുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് സുരേഷ് ഗോപിയല്ല, മറ്റൊരാളെ ആയിരുന്നു എന്നുള്ളതാണ്. ഒരാളിലേക്ക് അത് ചുരുങ്ങേണ്ടതില്ല. ഇന്ത്യയിൽ എവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലും വിഭാഗീയതയും വർഗീയതയും ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന ആളുകളിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മുന്നമാരെ കണ്ടെത്താനാവും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി മറുപടി പറയാൻ വേണ്ടി എണീക്കുകയാണ്. ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പാഠം പഠിപ്പിക്കുന്ന പോലെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്നത്. എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ധൈര്യമുണ്ടോ, 51 കട്ട്സ് TP ചന്ദ്രശേഖരൻ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ആ സിനിമ പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതുപോലെ തന്നെ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വല്ലാതെ ആവേശം കൊള്ളുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരവാണുള്ളത്. ഈ 2 സിനിമകളും റിലീസ് ചെയ്യുന്നത്, റീ റിലീസ് ചെയ്യുന്നത്
അതൊക്കെ പ്രൊഡ്യൂസറിൻ്റെ ഇതിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ സിനിമകൾ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിയേറ്റർ കത്തിക്കുക, തിയേറ്റർ ഇങ്ങനെ ആക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ED കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന് പറയുന്ന പോലത്തെ പരിപാടികളൊന്നും ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ ഏറ്റവും ഭീകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഏറ്റവും ഭീകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനെ തുടർന്നാണ് സുരേഷ് ഗോപി പറയാൻ തുടങ്ങുന്നത്. മിസ്റ്റർ ബ്രിട്ടാസ് ഓർ ഹിസ് കൈരളി ചാനൽ ഓർ ഹിസ് ചെയർമാൻ ഇൻ ദ കൈരളി ചാനൽ ഹൂ ഇസ് എ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഞാൻ പ്ലേസ് ചെയ്യാം. Two films. Does Mr. Britas or his Kairali channel or his chairman in the Kairali channel who is a leading actor in the Malayalam film industry. I do not wish to take his name because he is a noble soul. ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. ആ സ്പേസ് എന്തിനുള്ളതാണ് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സാധാരണ മലയാളി എന്നുള്ളതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി അടക്കം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഓർ ഹിസ് ചെയർമാൻ ഇൻ ദ കൈരളി ചാനൽ ഹൂ ഇസ് എ സ്പേസ് ഇട്ടിട്ട് ലീഡിങ് ആക്ടർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. പേര് പറയില്ല, ഹീസ് എ നോബിൾ സോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ആ കൈരളി ചാനലിൻ്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്ന ആൾ മോഹൻലാലാണ് എന്ന് വിചാരിക്കും, പേര് പറയാതിരിക്കും. അവിടെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ വർഗീയമായ ചേരിതിരിവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ട് ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായി പെർഫോം ചെയ്തതിൻ്റെ പേരിൽ വിജയ് എന്ന് പറയുന്ന തളപതി എന്ന് വിളിക്കപ്പെടുന്ന ആരാധകരുടെയൊക്കെ ഉള്ളിൽ വിജയ് മാത്രമായി നിന്നിരുന്ന ഒരാൾ ജോസഫ് വിജയ് ആയി മാറുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനെ വിമർശിച്ചതിന് ശേഷമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മുക്ക ഒരുപക്ഷെ മുഹമ്മദ് കുട്ടിയായി മാറാൻ പോകുന്നത് 51 വെട്ട് TP ചന്ദ്രശേഖരനും ലെഫ്റ്റും അവരുടെ ചാനലിലൂടെ പ്രദർശിപ്പിക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുക്കാത്തത് കൊണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ പുകച്ചിലും തിളച്ചുമറിയലും എല്ലാം കൂടി പുറത്തേക്ക് വന്നൊരു സമയത്ത് ബ്രിട്ടാസിന് ധൈര്യമുണ്ടോ, അയാളുടെ കൈരളി ചാനലിന് ധൈര്യമുണ്ടോ, അയാളുടെ ചാനൽ ചെയർമാൻ ആയിട്ടുള്ള മലയാളത്തിലൊരു നടന് അതിന് ധൈര്യമുണ്ടോ? അവിടം വരെ പോവുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ചെയർമാൻ്റെ കാര്യം പറയണ്ടല്ലോ. ഒരു നോബിൾ സോൾ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പേര് പറയേണ്ട ആവശ്യകത അവിടെ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് സുരേഷ് ഗോപി ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്? കൈരളി ചാനലിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന ആരാ? പിണറായി വിജയനാണെന്നാണോ വിചാരിച്ചിട്ടുണ്ടാവുക? സ്വാഭാവികമായും എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സ്പേസ് ഉണ്ടല്ലോ, ആ ഒരൊറ്റ സെക്കൻഡ് സുരേഷ് ഗോപി ഇട്ട ആ സ്പേസാണ് എനിക്ക് ഏറ്റവും ഭീകരമായി ഫീൽ ചെയ്തത്. മമ്മൂട്ടി എന്നുള്ള പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ആ ഒരു ചർച്ചയിൽ, ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയിൽ കൈരളി ചാനലിൻ്റെ ചെയർമാനായിട്ടുള്ള മമ്മൂട്ടി അടക്കം ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്ന് സുരേഷ് ഗോപിക്ക് എന്താ പറയാൻ പറ്റാത്തത്? 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, മമ്മൂട്ടിയെ അങ്ങനെ ഇത്തരമൊരു ചർച്ചയിലേക്ക് വലിച്ചിഴച്ചു കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന അഭിനേതാവിന് എന്തൊക്കെ നഷ്ടപ്പെടാം എന്ന് പറയുന്നൊരു ഭയമായിരിക്കാം. അദ്ദേഹം ഒരു വലിയ സ്റ്റാറാണ്, സുരേഷ് ഗോപിയുടെ അവസരങ്ങൾ ചിലപ്പോൾ തട്ടിക്കളഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞു വരുത്താവുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മമ്മൂട്ടിയുടെ പേരെടുത്ത് പറഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്ന വോട്ടുകളായിരിക്കും. അദ്ദേഹം ഇലക്ഷന് മുമ്പും ശേഷം ഒക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ഇൻ്റർവ്യൂസും ഒക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റത്തിന് തൃശ്ശൂരിലെ ജനത കൊതിച്ച് ആഗ്രഹിച്ച് മോഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവരിൽ ഒരാളായിട്ട് അവരെന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മമ്മൂട്ടിയുടെ വോട്ടുകളൊന്നും പുള്ളിക്കൊരു പ്രശ്നമാവണമെന്നില്ല. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ചില ടേമുകളും എനിക്കിതുപോലെ പ്രശ്നമായി ഫീൽ ചെയ്തിട്ടുണ്ട്. കൈരളി ചാനലിൻ്റെ ചെയർമാനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പുള്ളി ഒരു നല്ല മനുഷ്യനായിപ്പോയി, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്താണ് അവിടുത്തെ പ്രശ്നം? എന്താണ് സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയുടെ പേര് പറയുമ്പോഴുള്ള പ്രശ്നം? വിജയെ ജോസഫ് വിജയ് എന്ന് വിളിക്കുന്നത് പോലെ മമ്മൂട്ടിയെ വിളിക്കേണ്ടി വരില്ലേ? അതിനൊരു തുടക്കക്കാരനായാലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളതും പറഞ്ഞു വന്നപ്പോൾ, പുറപ്പെട്ടെടുത്തുനിന്ന് എത്താറായി കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു വലിയ അപകടം ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കും. മിനിമം ഒരു 30 വർഷത്തിന് മുകളിലെങ്കിലും പരിചയം ഉണ്ടാവില്ലേ അവരിരുവരും തമ്മിൽ? അത്രയും കാലത്തിനിടയ്ക്ക് എത്രയോ ഇടങ്ങളിൽ കണ്ടുമുട്ടുന്നു, കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ടാവും, ഒരുമിച്ച് എത്രയോ പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ടുണ്ടാവും, എത്ര നല്ല ചായകുടി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് ഓർക്കുന്ന ഒരാൾക്ക് കാരണം ഒന്നുമില്ലാതെ, ഇപ്പം കൈരളി ചാനലിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ചാനൽ എന്നുള്ള രീതിയിൽ ആ ഒരൊറ്റ അഡ്രസ്സിൽ അതിലേക്ക് പോയാൽ മതി. അതിൽ ചെയർമാനിലേക്ക് ട്രാവൽ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യകത എന്തായിരുന്നു? ഇത്രയും വർഷത്തെ സൗഹൃദവും ഒക്കെ ഒരാൾക്ക് മറക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? മറക്കാൻ പറ്റിയിട്ടുണ്ട്. വാളെടുത്തും പന്തമെടുത്തും അത്രയും നാൾ ചങ്കാണെന്ന് വിശ്വസിച്ചവരുടെ നെഞ്ചത്ത് കുത്താൻ ഇറങ്ങി തിരിച്ച ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത്. സുരേഷ് ഗോപിയുടെ ആ സ്പീച്ചിലെ ഏറ്റവും ഭീകരമായ
ഒരു പോർഷൻ എന്ന് പറയുന്നത് ആ ഒരൊറ്റ സെക്കൻഡ് നേരത്തെ സൈലൻസ് ആണ്. പിന്നീട് അദ്ദേഹം എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എൻ്റെ പേരിൽ താങ്ക്സ് ഞാൻ മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെയുള്ള മറ്റേ ടിപ്പിക്കൽ സാധനം ഈ കൈചുണ്ടി ഇങ്ങനെ നിൽക്കലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം മിസ്റ്റർ ബ്രിട്ടാസ് രാഷ്ട്രീയത്തിൻ്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റു പലതും പൊള്ളിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ എന്തായിരിക്കും പൊള്ളാൻ സാധ്യതയുള്ളത്? ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. മണിപ്പൂരിനെ ഉദാഹരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 700ഓളം ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ജബൽപൂർ അദ്ദേഹം പറയുന്നുണ്ട്. ജോൺ ബ്രിട്ടാസിൻ്റെ മതമാണോ അവിടുത്തെ ഒരു പ്രശ്നം? അതാണോ പൊള്ളിയിട്ടുണ്ടാവുക? അതോ മറ്റെന്തെങ്കിലും ശരീരഭാഗം എന്നുള്ള അർത്ഥത്തിൽ ഒരു അശ്ലീല ചൊവ്വയോടുകൂടിയാണോ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്താണ് രാഷ്ട്രീയത്തിൻ്റെ കൈ മാത്രമല്ലാത്ത ഏത് കൈയായിരിക്കും ജോൺ ബ്രിട്ടാസിന് പൊള്ളിയിട്ടുണ്ടാവുക? ഇനിയും പൊള്ളും എന്നൊക്കെ പറയുന്നത് ഒരു ചീപ്പ് നായക കഥാപാത്രത്തിൻ്റെ പ്രകടനം മാത്രമായിപ്പോയി. അതിൻ്റെ മുറിവ് നിങ്ങൾ കേൾക്കും. എന്താണെന്നറിയോ, ഈ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നറിയോ? ഞാനൊരു ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചു, ഞാൻ ജയിച്ചു. എനിക്ക് വോട്ട് തന്ന് എന്നോടൊപ്പം നിന്ന ആളുകളുണ്ട്, എനിക്ക് വോട്ട് ചെയ്യാതെ പോയ ആളുകളുണ്ട്. ആ വോട്ട് ചെയ്യാതെ പോയ ആളുകൾക്ക് അവകാശങ്ങളുണ്ട്. അവർക്ക് നടപ്പിലാവേണ്ടുന്ന, അവരിലേക്ക് എത്തിച്ചേരേണ്ട അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട്. അതും കൂടി പരിഗണിക്കാൻ പറ്റുമ്പോഴാണ് ഞാൻ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിലെ ഒരു വിശ്വാസിയായിട്ട് മാറുന്നത്. അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളതാണ്, അതുകൊണ്ട് അവന് പൊള്ളണം, അവൻ കൊങ്ങിയാണ്, അവന് അവിടെ പൊള്ളണം, അവനൊക്കെ വേദനിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി വിശ്വാസി അല്ലാത്തവരോട്, അതായത് മതവിശ്വാസി അല്ലാത്തവരോട് സുരേഷ് ഗോപിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മുൻ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ എന്തിനാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൊള്ളിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ പൊള്ളിക്കുന്നത് എന്തിനാണ്? ഞാൻ പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രസംഗത്തിൽ സുരേഷ് ഗോപി ഒരു നല്ല രാഷ്ട്രീയക്കാരനാവുന്നില്ലായിരുന്നു. സ്വന്തം ആഢ്യത്വത്തെ, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന ബോധ്യത്തെ ഒരാൾ ചോദ്യം ചെയ്തു എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ദേഷ്യ പ്രകടനങ്ങളാണ് ഇതൊക്കെ. അതിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്ന കുറച്ച് ചിന്തകൾ. 800 ചില്ലാനം പേരെ കൊന്നൊടുക്കിയ പാർട്ടി, മുനമ്പത്ത് 600ഓളം കുടുംബങ്ങളെ ചതിച്ച് പ്രധാനപ്പെട്ട പാർട്ടിയുടെ മതനേതാവ് പോയി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കുറേ ആളുകൾ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ജസ്റ്റിസിൻ്റെ പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചു. അത് ഹൈക്കോടതി എടുത്ത് തോട്ടിൽ കളയാൻ പറഞ്ഞു. പാർലമെൻറ്റിലെ പദപ്രയോഗങ്ങളാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകയല്ല, ചവിട്ടി താഴ്ത്തിക്കളയും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സാധനമൊക്കെ ഉണ്ട്. ചവിട്ടി താഴ്ത്തും തന്നെ ഞാൻ പാതാളത്തിലേക്ക്. സോറി, അത് മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണല്ലേ? അത് മമ്മൂട്ടിയാണോ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ. എന്തായാലും ഇതുപോലെയുള്ള കുറേ സിനിമാ ഡയലോഗുകളൊക്കെയായി അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇവിടെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അയാൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം നിങ്ങൾ എന്നെ പറഞ്ഞു, എൻ്റെ പാർട്ടിനെ പറഞ്ഞു, അതെനിക്ക് സഹിച്ചില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാധാ പ്രവർത്തകൻ്റെ, അല്ലെങ്കിൽ അതായത് ഈ വലിയ ആശയങ്ങളും ആദർശങ്ങളും ഒന്നും അറിയാത്ത ഒരു വളരെ റൂട്ട് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകൻ്റെ അന്നേരത്തെ ഒരു ചാടിക്കയറ്റവും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഒരു വീശൽ എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി എന്ത് മറുപടിയാണ് സുരേഷ് ഗോപി അവിടെ കൊടുത്തത്? അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ വന്നിറങ്ങിയിട്ട് നന്മയുള്ളൊരു സ്ഥാപനത്തിലെ അപാകതകൾ അത് കിരാത രൂപത്തിലേക്ക് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടിട്ട്, വഖഫ് ബോർഡ്, കൗൺസിൽ അതൊക്കെയാണ് ഈ പറയുന്നത്. നന്മയുള്ളൊരു സ്ഥാപനമാണ്, അവിടുത്തെ അവസ്ഥ കിരാത രൂപത്തിൽ. എന്താണ് ഈ കിരാത രൂപം എന്നൊക്കെ പറയുന്നത്? ഈ വനത്തിലും മലയുടെ മുകളിലും ഒക്കെ താമസിക്കുന്ന അപരിഷ്കൃതരായ ആളുകളിന് അർത്ഥം വരുന്ന രീതിയിലാണ്. അതായത് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വർഷങ്ങളായി കുറേ അവകാശങ്ങളും ഒക്കെയുള്ള ഒരു മതവിഭാഗത്തിൻ്റെതായി തുടരുന്ന ഒരു ബോഡിയെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഏതൊക്കെ രീതിയിലാണ് ഈ പറയുന്ന അപരിഷ്കൃതമായി മറ്റുള്ളവർക്ക് കൂടി ജീവിക്കാൻ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലേക്ക് മാറിയത് എന്നുകൂടി സുരേഷ് ഗോപി പറയേണ്ടതല്ലേ? ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനും, എല്ലാ ലക്ഷണങ്ങളും കണ്ടു, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, വലിയ സമൂഹത്തിനത് ദോഷമാകാതിരിക്കാനും, ആ സമുദായത്തിലെ വിഭാഗത്തിലെ തന്നെ ആളുകൾക്ക് ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാനുമുള്ള ഒരു നിയമ നടപടിയാണിത്. അത് മുനമ്പത്തിനും ഗുണപ്പെടും. അതായത് മുനമ്പത്തിന് വേണ്ടിയല്ല വഖഫ് ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അത് തീർച്ചയായും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ് ബോർഡുകളുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കിരാതമായ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ലക്ഷണമൊക്കെ അവർ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളൊരു മാറ്റമാണിത് എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത്. കേരളത്തിലെ MP-മാരുടെ ആശങ്കയിൽ ഒരു കാരണവുമില്ലേ, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമില്ലേ എന്നുള്ള ചോദ്യത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കുത്തിത്തിരിപ്പില്ലാത്ത, ലവലേശം രാഷ്ട്രീയമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കൂ, അവർ വാദിച്ചതൊക്കെ എന്താണെന്ന്.
അതായത് കേരളത്തിൽ നിന്നുള്ള MP-മാർ പല പ്രതിഷേധങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളിൽ അവർ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ എടുത്ത് കുത്തിത്തിരിപ്പില്ലാത്ത ലവലേശം രാഷ്ട്രീയമില്ലാത്ത വിചക്ഷണരോട് പോയി ചോദിക്കൂ. നമ്മൾ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, രാഷ്ട്രത്തെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ഭാഗമായി മതവിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, വ്യക്തികൾ, സ്വാതന്ത്ര്യങ്ങൾ, ഭൂമി ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായും കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത ഒരാൾ ഇതിനെക്കുറിച്ച് വലിയ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രാഷ്ട്രീയമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത്, അപ്പോൾ രാഷ്ട്രീയമില്ലാത്തവരെല്ലാം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അനുഭാവികളാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയും സുരേഷ് ഗോപിക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, കാത്തിരിക്കൂ എന്നാണ് പറയുന്നത്. അവിടുന്നാണ് ജബൽപൂരിലെ ക്രൈസ്തവർക്ക് നേരെ വന്ന ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യം വരുന്നത്. അപ്പോഴാണ് സുരേഷ് ഗോപി പറയുന്നത് ഇതാണ് കുത്തിത്തിരിപ്പ്. അതായത് വഖഫ് ബോർഡിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു, മുൻപത്തെ ഇഷ്യൂയിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് ജബൽപൂരിലെ, കാരണം പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് ഈ ചോദ്യം ചോദിച്ചതാണ്, അതേ കാര്യമാണ് ചോദിക്കുന്നത്. ജബൽപൂരിലെ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതാണ് കുത്തിത്തിരിപ്പ്. എല്ലായിടത്തുള്ള പ്രശ്നങ്ങളാണ്. എന്താ, പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ, അകത്തിടാൻ തീരുമാനിച്ചില്ലേ, ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. പിന്നെ പാലയൂർ പള്ളി പൊളിക്കാൻ നടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അതിൽ എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഭാഗം ഇതാണ്, ഇതങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്വാഭാവികമായും ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ എനിക്ക് തന്നെ തിരിച്ച് ചോദിക്കാൻ തോന്നുന്നതാണ്, അപ്പം നിങ്ങൾ ഈ ജബൽപൂരിലെ ആക്രമണം ന്യായീകരിക്കുകയാണോ അത് വെച്ച്? ആ ചോദ്യം ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു, അത് കണ്ട് അങ്കലാപ്പാണ്, അല്ലെങ്കിൽ എന്താ ആങ്ങളെയും പെങ്ങളും വരാതിരുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു പാർലമെൻറ്റേറിയൻ്റെ ഭാഷയ്ക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയാവാം എന്നെനിക്ക് തോന്നുന്നു. എല്ലാവരും അച്ചടി ഭാഷ പറയണമെന്നൊന്നുമില്ല, പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും അച്ചടി ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഉന്നത കുല ഭാഷയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിക്ക് ആങ്ങളെയും പെങ്ങളും ഒക്കെ വരാതിരുന്നതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഭാഷാശുദ്ധി എവിടെയോ കളഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. പുച്ഛമാണ്, അൾട്ടിമേറ്റ് പുച്ഛമാണ്, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഈ ആങ്ങളെയും പെങ്ങളും ഒക്കെ ആരുടെ മക്കളാണ്, കൊച്ചുമക്കളാണെന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ 700-ൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ തിരിച്ച് ഞാനും കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ജബൽപൂരിലെ സംഭവത്തെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ആരാണ്, ആരോടാണ് ചോദ്യം ചോദിക്കുന്നത്? അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്, ഒരു ജനപ്രതിനിധിയോടാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കാനുള്ള അവകാശം പുള്ളിക്കുണ്ട്, ഉത്തരം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളപ്പോൾ പോലും ചോദ്യം ചോദിക്കാനുള്ള അയാളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരാണെന്ന്. മാധ്യമോ ആരാണ്? ജനങ്ങളാണ് വലുത് എന്നുള്ളതാണ്. അതിനൊക്കെയുള്ള ഉത്തരം നമ്മൾ ആദ്യം പറഞ്ഞു. ജനങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ 4ാം തൂണായി നിൽക്കുന്ന ഒന്നാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ ശക്തി അത്രമേൽ വലുതാണ്. ബി കെയർഫുൾ. ചാനൽ ഏതാ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കൈരളിയാണെന്ന് മനസ്സിലാവുന്നു. അതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഒരു പോക്കാണ്. മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ വിധമുള്ള ഒരു ചാനൽ വിരക്തി ഉണ്ടായിരുന്നത് മീഡിയ വണ്ണിനോടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അറിയാവുന്നവർ തിരുത്തുക കേട്ടോ. എന്നിട്ട് അദ്ദേഹം വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ ചോദ്യം കൈരളിയുടെ മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നത് സൗകര്യമില്ല പറയാൻ, എന്നിട്ട് മറ്റേ കൈചൂണ്ടൽ പരിപാടി ഇടുന്നുണ്ട്. ജബൽപൂരിൽ നിയമ നടപടി എടുക്കും, ഇതല്ലേ മറുപടി എന്ന് അവർ തന്നെ മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ജബൽപൂരിലെ സംഭവത്തെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, അതിനെതിരെ കൃത്യമായ നടപടികളുണ്ടാകും, അവിടെ പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുകയല്ലേ എന്ന് പറയുന്ന മിനിമം ഉത്തരം പറയാൻ പോലും പറ്റാത്ത വണ്ണം അദ്ദേഹത്തിൻ്റെ ഈഗോ ഹേർട്ടായിട്ടുണ്ട്. ആ ഈഗോ ഹേർട്ട് സംഭവിക്കുന്നത് ഞാനൊരു ഭയങ്കര സംഭവമാണ്, ഞാനൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ തൃപ്തരായിക്കണം, മേലാൽ എൻ്റെ മെക്കിട്ട് കയറരുത്, എനിക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങളിൽ വളരെയധികം അക്ഷമനായി മാറുന്ന, സർവാധികാരങ്ങളെ ചോദ്യം ചെയ്യുന്നതിനെ വല്ലാത്തൊരു അസഹിഷ്ണുതയോടെ നോക്കിക്കാണുക, ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുക എന്ന് പറയാവുന്ന രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മുൻപ് മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ പറ്റുമെന്ന് നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞാണ് മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവെക്കുന്നത്. തട്ടി മാറ്റിയതിനു ശേഷം വീണ്ടും വെക്കുന്നുണ്ട്. അച്ഛൻ്റെ വാത്സല്യമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ന്യായീകരണവും അതിന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കതിനോടുള്ള മറുപടി എന്ന് പറയുന്നത്, നമുക്ക് അച്ഛൻ എന്ന് പറയുന്നൊരു വാത്സല്യം ആളുകളോടൊക്കെ തോന്നാം, പക്ഷേ ലോകത്തെല്ലാവരുടെയും തന്തയാവാൻ മെനക്കെടരുത് എന്നുള്ള മറുപടിയാണുള്ളത്. ആദിവാസി കോളനി സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആളുകൾ എത്താത്തതിന് അവിടുത്തെ പ്രവർത്തകരോടൊക്കെ ചൂടാവുന്ന നിലയിൽ സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ചോദ്യങ്ങളോട് അസഹിഷ്ണുതയാണ്. കുടയെടുക്കാത്തതിന് ഗൺമാനോട് പിണങ്ങുന്ന സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ പറ്റും. വേറെ ഉണ്ട് ഈ കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളൊക്കെ പറയാനാണെങ്കിൽ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ബീഫ് കഴിച്ചതിനെ കുറിച്ച് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കണ്ടു. പൂരം നടക്കുന്നിടത്ത് ആംബുലൻസിൽ വന്നിറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുകയും അദ്ദേഹം ആംബുലൻസിൽ നിന്ന് ഇറങ്ങി വരുന്ന വിഷ്വൽ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ പറയുന്നതിനപ്പുറം നിങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത് നേരത്തെ നമ്മൾ പറഞ്ഞ അദ്ദേഹം ആദരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്ത അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഈ ഒരല്പമെങ്കിലും ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ലീൻ ചെയ്ത് നിൽക്കുന്ന ആളുകളെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ തൻ്റെ അടുത്ത്
ആളാവാൻ വരരുത് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഇങ്ങനെ കോൺസ്റ്റൻ്റായി പുഷ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് സുരേഷ് ഗോപിയെ ഫീൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോഴും എന്താണെന്നറിയോ, ഈ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകളെ കണ്ട് നമുക്കൊരു ആകർഷണം ഫീൽ ചെയ്യും. അവരെ പോലെ ആവണം എന്നൊരു തോന്നലുണ്ടാവും. നമ്മൾ അത്ര ഇൻഫ്ലുവൻഷ്യലും അത്രയും അധികാരവും നമുക്ക് ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് പോലത്തെ ഒരു പരിവേഷം നമുക്ക് കിട്ടണമെങ്കിൽ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ നമുക്ക് ആർഭാടം കാണിക്കാം, അല്ലെങ്കിൽ ദാനം ചെയ്യാം. ആർഭാടം കാണിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവരുടെ ഒരു സ്നേഹത്തിൻ്റെ എലമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അതേസമയം ദാനം ചെയ്യുക, സഹായിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും അയ്യോ 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 എന്ന് പറയുന്ന ഒരു രൂപത്തിൽ നോക്കും. വിഷുക്കൈനീട്ടം കൊടുത്ത് കാലിൽ തൊടാൻ കാലം നീട്ടി വെച്ചിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന അവിടെ നിന്നാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തെ അവരുടെ അനുവാദമില്ലാതെ സ്പർശിച്ച ശേഷം ഒരു അച്ഛൻ്റെ വാത്സല്യമാണ് എന്ന് ന്യായീകരിക്കുന്നതും അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ദാനധർമ്മിഷ്ഠ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള ഒരു ജനസമ്മതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിൽ കൈമുതലായിട്ടുണ്ടാവും. പക്ഷേ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ അതിനെ അനുതാപത്തോടെ നോക്കിക്കാണുന്നത് ഡേഞ്ചറാണ്. സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾ ഗൗരവം കൊടുക്കരുത് എന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട്. അവരുടെയൊക്കെ ആ വർത്തമാനങ്ങൾ, അതിനുശേഷം വന്ന മാധ്യമപ്രവർത്തകരുടെയൊക്കെ ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് സുരേഷ് ഗോപിക്ക് എന്തോ പ്രശ്നമുണ്ട് പാവം എന്നുള്ള, പുള്ളിക്ക് വയ്യ എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെ നോക്കിക്കാണണം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതായിട്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മേൽപ്പറഞ്ഞ ഘടകങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലെ സ്വഭാവങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ വിത്ത് പവർ, വിത്ത് അധികാരം സുരേഷ് ഗോപി എത്രത്തോളം സേഫ് ആയിട്ടുള്ള ആളാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാരണം ചോദ്യം ചോദിക്കാൻ വരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങളൊക്കെ ആരാ എന്ന് പറയാനും പിടിച്ച് തള്ളി മാറ്റാനും മുന്നിട്ടിറങ്ങുന്ന ആ അസഹിഷ്ണുതയ്ക്ക് മാധ്യമപ്രവർത്തകരെ പിടിച്ച് ജയിലിലടയ്ക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടിയാൽ അത് ചെയ്യും. ഒരു പെർട്ടിക്കുലർ റോഡ് കാണുമ്പോൾ ഇവിടെ കാമുകന്മാരൊന്നും വന്ന് ഇരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ധാരണ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കി കൊടുത്താൽ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശമൊക്കെ ചിലപ്പോൾ കൊടുത്തു എന്ന് വരും. പവറിനോടുള്ള പവർഫുള്ളായി കാര്യങ്ങൾ, സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുന്ന ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും നിഴലിച്ചേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി നടത്തിയ ആ പ്രസംഗമാണെങ്കിലും അതിനുശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അനുതാപത്തോടെ നോക്കിക്കാണേണ്ട, നിഷ്കളങ്കമായി നോക്കിക്കാണേണ്ട ഒന്നായി അനുഭവപ്പെടുന്നില്ല. ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.